ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയുടെയും രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ സച്ചിയുടെയും രേവതിയുടെയും ദാമ്പത്യം ഉണ്ടല്ലോ ഒരു വർഷത്തെ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓരോരുത്തരായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സച്ചിയെക്കുറിച്ചും രേവതിയെക്കുറിച്ചും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല സച്ചിയുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി രേവതി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതിയും അതുപോലെ തന്നെ സുധിയും ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് അത് കേൾക്കുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അവസാനമായിട്ട് ലക്ഷ്മിയുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി എണീറ്റ് നിന്ന് പറയാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നുണ്ട് കേട്ടോ. ശരത്തിനെ കണ്ട ഉടനെ തന്നെ ലക്ഷ്മി ദേവുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താടി ഇവൻ ഇവിടെ എന്നുള്ള കാര്യം. അറിയില്ല അമ്മയെന്ന് ദേവു പറയാണ്. ശരത്തിനെ കണ്ട ഉടനെ തന്നെ സച്ചിയുടെ മുഖഭാവൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. രേവതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ ആവാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ള കാര്യം ഓർത്തിട്ട് സച്ചി അവന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് രേവതി കൈ പിടിച്ച് വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശരത്താണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ആ പടിക്ക് തന്നെ നിൽക്കുവാണ് കേട്ടോ കേറാതെ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ ശരത്ത് നീ അവിടെ തന്നെ നിൽക്കുന്നത്, കേറി വാ ഇങ്ങോട്ട്. അത് കേട്ട ഉടനെ തന്നെ ശരത്ത് ഉള്ളിലേക്ക് കയറി വരുവാണേ. അല്ല ശരത്തെ, നിനക്ക് കോളേജിൽ എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഉണ്ടായിരുന്നു അങ്കിൾ, പക്ഷേ എന്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിന്റെ ദിവസം ഞാൻ എങ്ങനെയാ വരാതിരിക്കുക. ഞാനിപ്പോ ഒരളവിന് സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ട്. എന്റെ ചേച്ചിക്ക് ഒരു അനിയനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു. അതും ഞാൻ സമ്പാദിച്ച കാശില്. ശരത്തിന്റെ സംസാരം കേൾക്കുമ്പോ അശോകൻ പറയുന്നുണ്ട്, കൊള്ളാമല്ലോ, ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം. തുടർന്ന് ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ രേവതി ചേച്ചി, നിങ്ങൾക്കുള്ളത് എന്റെ കയ്യാലെ തന്നെ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇടത് കൈയിലെ സാധനങ്ങൾ അവർക്ക് നേരെ നീട്ടുവാണ് കേട്ടോ ശരത്ത്. അപ്പോഴേക്കും സച്ചിയുടെ മുഖത്ത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ശരത്താണെന്നുണ്ടെങ്കിൽ സച്ചിയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതി തന്നെ വീണ്ടും പറയുന്നുണ്ട്, സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട കളറിലാണ് ഞാൻ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ശരത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും സച്ചി അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ദേവതയാണെന്നുണ്ടെങ്കിൽ ഭയന്നിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ അവന്റെ അടുത്ത് സംസാരിക്കാം എന്ന്. വേണ്ട എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കാണ് കേട്ടോ സച്ചി. എന്നിട്ട് ശരത്തിന്റെ കയ്യിൽ നിന്നും സച്ചി ആ സാധനങ്ങൾ മേടിച്ചിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അതിൽ നിന്നും ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട്. രേവതിക്ക് സാരിയും അതുപോലെ സച്ചിക്ക് ഷർട്ടും മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്കും ദേവുവിനും ഒക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അവിടെ എന്താ നടന്നെന്നുള്ള സംഭവം. അതിവിടെ അറിയോന്നുള്ള ടെൻഷനും ഇനി സച്ചി എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്നും ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ആകെ മൊത്തത്തിലെ ടെൻഷനിൽ എല്ലാവരും നിൽക്കുവാണ്. എന്നാൽ നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളായിട്ട് അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഊരിയിട്ട് ശരത്ത് മേടിച്ചിരിക്കുന്ന ആ ഡ്രസ്സ് ഉണ്ടല്ലോ അത് അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇടുന്നുണ്ട്. ഇത് കാണുമ്പോൾ ശരത്തിന് തന്നെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷെ ഇത് കണ്ടു നിൽക്കുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ലല്ലോ രവിക്കും അതുപോലെ അച്ഛമ്മയ്ക്കും. അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. കാരണം ശരത്ത് ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൊ തന്നെ സച്ചി അത് ഇടുമ്പോ അത് എന്തോരം ഇഷ്ടത്തോടു കൂടി ആയിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഷർട്ട് ഇട്ടുകൊണ്ട് ശരത്തിനടുത്ത് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാടാ എത്ര കറക്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചത്, എന്തായാലും നന്നായിട്ടുണ്ടടാ. അച്ഛ നന്നായിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിനക്ക് നല്ല ഭംഗിയുണ്ടടാ. അച്ഛമ്മയും പറയുന്നുണ്ട്, സച്ചി സൂപ്പർ ആയിട്ടുണ്ട്. രേവതിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട് കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം. അപ്പൊ രേവതി ചെറിയൊരു മൂളലോട് ആ എന്നുള്ള രീതിയിൽ പറയാണ് കേട്ടോ. കണ്ടില്ലേ എന്റെ അളിയൻ എത്ര കറക്റ്റ് ആയിട്ടാണ് എനിക്ക് മേടിച്ചോണ്ട് തന്നിരിക്കുന്നത്. അതിടുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമല്ലേ. ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണ്. രേവതി നന്നായിട്ടില്ലേ എന്ന് വീണ്ടും ചോദിക്കുമ്പോ നന്നായിട്ടുണ്ടെന്ന് പറയണേ. അത് കഴിഞ്ഞ് അമ്മ നന്നായിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ലക്ഷ്മിക്ക് അരികിലേക്ക് ചെല്ലുമ്പോ ലക്ഷ്മി നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഷർട്ട് മാത്രമല്ല കേട്ടോ, രണ്ടുപേർക്ക് ഇടാനുള്ള മാലയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാല മേടിക്കുക എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് സച്ചി പറയുമ്പോ അത് താ എന്ന് പറഞ്ഞ് ശരത്തിന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് രണ്ടുപേരും അണിയുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ ആർക്കെങ്കിലും ഈ മാല മേടിക്കാൻ വേണ്ടി തോന്നിയോ അത് ശരത്തിന് മാത്രമേ തോന്നിയുള്ളൂ. അതാണ് എന്റെ അളിയൻ, അവൻ അങ്ങനെയാണ്. ശരത്ത് രേവതിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രേവതി ശരത്തിന്റെ കഴുത്തിലും തിരിച്ച് മാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ശരത്ത് ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എന്തായാലും നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അപ്പോ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാടാ ശരിയാവുന്നത്, നീ വാടാ എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ സച്ചി ശരത്തിനെ വിളിക്കുന്നതും കേക്ക് കട്ട് ചെയ്തിട്ട് വായില് ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ശരത്തിനെ ഒന്ന് അടിമുടി നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ചെറിയൊരു ചിരിയോട് കൂടിയിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആന്റി അവന്റെ കൈ സച്ചി തല്ലി ഒടിച്ചതല്ലേ, എന്നിട്ട് ഇപ്പൊ അവര് നോർമലായിട്ട് സംസാരിക്കുന്നു. ഇത് കേട്ട ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് മനസ്സിലാവാത്തത്, വേറെന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ശരത്തും അതുപോലെ തന്നെ
ലക്ഷ്മിയും ദേവും എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഇറങ്ങുന്നത്. കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സച്ചിയാണ് അവരുടെ കൂടെ ചെല്ലുന്നത്. അവരിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ശരത്തിന്റെ തോളില് കൈവച്ചും കൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നില്ല ശരത്തെ കേക്ക് എന്നുള്ള കാര്യം ചോദിക്കണേ. അപ്പോഴേക്ക് ദേവു അതുപോലെ ലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നീ നിന്റെ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്റെ അടുത്ത് പ്രതികാരം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ. ഷോക്കായി പോയല്ലേ. നീ ചെയ്തതെല്ലാം കണ്ടിട്ട് എനിക്കും ദേഷ്യം വന്നു. അതിനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് എന്റെ രേവതിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. നീ സ്വന്തമായിട്ട് സമ്പാദിച്ചിട്ട് നിന്റെ ചേച്ചിയോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് നീ വന്നതെങ്കിൽ ഞാൻ തന്നെ നിന്നെ ആരതി ഒഴിഞ്ഞു കയറ്റിയനെ. എന്നാ നിന്റെ ബുദ്ധി ഇപ്പോഴും ശരിയായിട്ടില്ല. വീണ്ടും ഞാൻ പറയാണ്, ആ ആന്റണിയുടെ കൂടെ ചേർന്നിട്ട് നിന്റെ ജീവിതം തൊലയ്ക്കാൻ നിൽക്കണ്ട. നിനക്ക് തരേണ്ട മര്യാദ ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. ആ മര്യാദ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നതാണ് നിനക്ക് നല്ലത്. മനസ്സിലായോ? വീണ്ടും ഇതുപോലെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ കൈയല്ല കാലും കൂടി ചേർത്ത് ഞാൻ ഉടയ്ക്കുന്നുണ്ട്. ഇതെല്ലാം രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടുപേരും കാണുന്നുണ്ട്. രേവതിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ശരത്തിന്റെ ഷോൾഡറിൽ 2 തട്ട് തട്ടിയിട്ട് പോവാൻ നോക്കെന്ന് പറയാണ് കേട്ടോ സച്ചി. അത് പ്രകാരം തന്നെ ശരത്ത് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. ാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ചൂടാക്കുകയാണ് കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ആന്റി ചൂടുവെള്ളം വേണമെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഒന്നും ചന്ദ്രമതി പറയുന്നില്ല കേട്ടോ. കണ്ടില്ലേ രേവതിയുടെ കുടുംബത്തിലെ എല്ലാരും വന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് പോയത്. ഇവര് ഇത്ര വലിയ എന്ത് ജീവിതം ജീവിച്ചിട്ടാണ് ഇത്ര വലിയ ഫംഗ്ഷനൊക്കെ വെച്ചത്. എങ്കിലും ആന്റി എല്ലാവരും ഫാമിലിയിൽ ഒന്ന് ചേർന്നത് നല്ലതല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ആരാ ഇവിടെ ഫാമിലി ആയിട്ട് നിന്നത്? രേവതിയുടെയും അതുപോലെ തന്നെ വർഷയുടെയും വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. എന്ത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം എന്ന് പറയാൻ ആരും വരില്ല. എന്താ ആന്റിക്ക് തന്നെ അറിയാലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോ അറിയാം. എങ്കിലും ഞാൻ പറയാണ്, നിന്റെ ആർക്കും മാത്രം വരാൻ വേണ്ടി പറ്റില്ല. രേവതിയുടെ അമ്മയും വർഷയുടെ അമ്മയും എല്ലാവരും വന്നു. നിനക്ക് അമ്മ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ വരുമായിരുന്നു. എന്ത് പറയാനാ, അവര് ഉടനെ തന്നെ പോയി ചേർന്നില്ലേ. ശരി നിന്റെ അച്ഛൻ പെട്ടെന്ന് പുറത്തു വന്നാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോവാണ് കേട്ടോ. ചന്ദ്രപതി പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് കേട്ടോ. കാരണം അമ്മ മരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിലും ചന്ദ്രമതി അറിയാതാണെങ്കിൽ പറയുന്നുണ്ടല്ലോ അമ്മ അങ്ങ് നേരത്തെ പോയി ചേർന്നു എന്നുള്ള കാര്യമൊക്കെ. അതാലോചിക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടേ. ശ്രുതി എന്നിട്ട് ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുകയാണ് കേട്ടോ. ശ്രുതി ഫോൺ ചെയ്ത ഉടനെ തന്നെ വിമല ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. പറ കല്യാണി, നീ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് എന്താടി കുഴപ്പം, ഞാൻ നന്നായിട്ട് ഇരിക്കുന്നു. അമ്മ ആദ്യം എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവൻ വീട്ടിലാണ് മോളെ ഉള്ളത്, ഞാന് കടയിലേക്ക് വന്നതാണ്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെന്താ കല്യാണി നീ വീണ്ടും ചോദിക്കുന്നത്? എന്താ നിന്റെ ശബ്ദമൊന്നും ശരിയല്ലല്ലോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അമ്മേ, ഇവിടെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികമായിരുന്നു ഇന്ന്. അവരുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. മനസ്സിലായി കല്യാണി. ഇതുപോലെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ആരുമില്ല എന്നുള്ള കാര്യം തോന്നുക. എനിക്കും ആഗ്രഹമുണ്ട് കല്യാണി, നീ നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നത് കാണാൻ, അവിടെ വരാൻ വേണ്ടിയിട്ടും. പക്ഷെ എന്ത് ചെയ്യാനാ, വിധി ഇങ്ങനെയായി പോയില്ലേ. എന്തായാലും അമ്മേ ഈ ആഴ്ച ഞാൻ വന്നിട്ട് അമ്മയും അതുപോലെ തന്നെ ആദ്യം കാണാം. അപ്പോഴേക്കും അമ്മേ ശ്രുതി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ശ്രുതി. തുടർന്ന് രാത്രിയാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും ഹോളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അച്ഛമ്മ വന്നിട്ട് സച്ചിയും രേവതിയെയും വിളിക്കുന്നുണ്ട്. രണ്ടുപേരെടുത്തും വന്നിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ എന്തിനാന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേർക്കും ദൃഷ്ടിശുദ്ധി വരുത്തണം, അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ചേർന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി അച്ഛമ്മയോട് പറയാണ് കേട്ടോ. ശ്രുതി വർഷേ എല്ലാവരും പോയി നിൽക്കൂ. ചന്ദ്രമതി അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണ ദിവസമാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനാ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കണ്ണുണ്ട്. രേവതിയുടെ മേലെ കണ്ണു പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റ് 2 മരുമകളുടെ മേലെ പെടാതിരിക്കോ. ഇതിൽ പോലും ചന്ദ്രേ നീ രേവതിക്ക് തനി ഇടം കൊടുക്കില്ല അല്ലേ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അമ്മേ, ശ്രുതിയും സുതിയും കട തുറക്കാൻ വേണ്ടി പോവാണ്, അവരുടെ മേല് കണ്ണുപെടില്ലേ. അതുപോലെ വർഷയും കൈനിറയെ സമ്പാദിക്കുന്നുണ്ട്, അവർക്കും ദൃഷ്ടിപ്പെടും. അതെന്താ നിനക്ക് അവരോട് മാത്രം തനിയെ ഒരു സ്നേഹം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛമ്മ ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്ന് ചന്ദ്ര പറയാണ്. ഇത് തെറ്റാണ്. പൗഡർ എടുത്തിയെ മാത്രമാണ് അമ്മ കൂട്ടിക്കൊണ്ടു വന്നത്. വർഷയെ ശ്രീകാന്ത് പോയിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്. എങ്കിലും അവർ രണ്ടുപേരുടെയും മേല് അമ്മയ്ക്ക് നല്ല സ്നേഹമുണ്ടെന്ന് സച്ചി പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേവതിയെ എന്റെ മകൻ കൂട്ടിക്കൊണ്ടു വന്നതാണോ നിനക്ക് അവരോട് ഇഷ്ടമില്ലാതായി പോയത് എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛമ്മേ രേവതിയോടും സ്നേഹം ഉണ്ടാവും. അതിന് രേവതി സിംഗപ്പൂരിനോ മലേഷ്യന്നോ എവിടെന്നെങ്കിലും വരണം, അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും പണക്കാരുടെ വീട്ടിൽ നിന്ന് വരണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അമ്മയ്ക്ക് സ്നേഹം പൊങ്ങി വരുമായിരുന്നു. സച്ചി പറഞ്ഞത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, സച്ചിയുടെ അടുത്ത് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ രവിയേട്ട എന്ന്. എടാ നീ ഒന്ന് മിണ്ടാതിരിക്കടാ, നിനക്ക് നേരം കാലമൊന്നും നോക്കാൻ അറിയില്ലേ. എപ്പോഴും സത്യം ഇങ്ങനെ സഭയിൽ വെച്ചിട്ട് പറയരുത്. അച്ഛ ഞാനത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു. അച്ഛൻ നൈസായിട്ട്
കോൾ അടിച്ചല്ലേ? എന്താ രവിയേട്ടാ നിങ്ങളും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ് കേട്ടോ. എന്താടി നീ എന്റെ മകനോട് ഒച്ചെടുത്ത് സംസാരിക്കാണോ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ വായടക്കാണ്. അവര് പറഞ്ഞത് നിന്റെ ഗുണത്തെ കുറിച്ചിട്ടല്ലേ? വാ എല്ലാരും വന്നിട്ട് വരിയായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. രവിയും അതുപോലെ തന്നെ വിളിക്കുന്നുണ്ട്. അമ്മേ ഞാൻ എന്തിനാ വന്ന് നിൽക്കുന്നത്, അവർക്ക് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറഞ്ഞ് രവി ഒഴിയാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇല്ല മോനെ, 3 മക്കളെ നോക്കി വളർത്തി അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അവരിപ്പോ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ മേലും കണ്ടുപെടും, വാ ചന്ദ്രൻ വന്ന് നിൽക്കുക എന്ന് പറയാണേ. അങ്ങനെ ചെന്നിട്ട് രവിക്ക് അരികിലേക്ക് നിൽക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് അരികിലേക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ് എല്ലാവർക്കും ദൃഷ്ടിശുദ്ധിയൊക്കെ വരുത്തിയതിനു ശേഷം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കയ്യും കാലൊക്കെ ഒന്ന് കുടയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെന്തിനാ അച്ഛമ്മ അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ അപ്പോഴേക്കും അവിടുന്ന് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അത് കൊണ്ടുപോയിട്ട് അടുപ്പിലിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ കുടയാൻ വേണ്ടി പറഞ്ഞത് അവളത് ഡാൻസ് ആയിട്ട് കളിക്കുന്നുണ്ട്. അത് കാണുമ്പോ രേവതി പറയുന്നുണ്ട് മതി വർഷ നിർത്തേ എന്നുള്ള കാര്യം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ പായം തലണയൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛ നാളെ രാവിലെ എനിക്ക് 6 മണിക്ക് ഒരു ട്രിപ്പ് പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി കിടക്കാൻ വേണ്ടി പോവാണ്. ഇന്നെന്തായാലും നിങ്ങൾ മുകളിൽ കിടക്കണ്ട, നിങ്ങൾ പോയിട്ട് റൂമിൽ കിടക്ക്, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെ കിടന്നോളാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ടെൻഷൻ ആവാണേ. അയ്യോ രവേട്ട ഇന്ന് ഇവിടെ ഭയങ്കര ചൂടായിരിക്കും എന്ന് പറയുമ്പോ അതിനെന്താ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് അതൊന്നും അറിയൊന്നുമില്ല, നമുക്ക് ഇവിടെ കിടക്കാം. ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് കുഴപ്പമില്ല അച്ഛ, നിങ്ങൾ ഉള്ളിൽ കിടന്നോളൂ, ഞങ്ങൾ സാധാരണ പോലെ തന്നെ മുകളിൽ കിടന്നോളാം. അതെ അച്ഛാ ഞങ്ങള് ടെറസിൽ തന്നെ കിടന്നോളാം, അച്ഛന് ഡസ്റ്റ് അലർജി അല്ലേ, ഇവിടെ നല്ല പൊടി ഉണ്ടാകും, അലർജി വരാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അച്ഛൻ ഉള്ളിൽ തന്നെ കിടന്നോളൂ. ഏയ് വേണ്ട നിങ്ങൾ രണ്ടുപേരും ഉള്ളിൽ പോയി കിടന്നോളൂ. ഈ സംസാരം കേൾക്കുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അല്ല രവി ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇവർ രണ്ടുപേരും മാത്രം എന്തിനാണ് പുറത്ത് കിടക്കുന്നത്, വേറെ റൂമില്ലല്ലോ അമ്മ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ അത് ശരി, ഇവര് മാത്രം എന്തിനാണ് പുറത്തു പോയി കിടക്കുന്നത്, അതിപ്പോ എന്ത് ചെയ്യാനാണ് അമ്മേ, ശ്രുതിയും വർഷയും രാവിലെ തന്നെ എണീറ്റിട്ട് ജോലിക്ക് പോകണം, ഉറങ്ങണ്ടേ, റൂമിനുള്ളിൽ മാത്രമല്ലേ AC ഉള്ളൂ. സച്ചി ദിനം മുഴുവൻ കാർ ഓടിക്കുന്നു, രേവതി പൂവിന്റെ വ്യാപാരവും ചെയ്യുന്നു. അച്ഛമ്മ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛമ്മേ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, നല്ല മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ കിടന്നാലും ഉറക്കം വരുന്ന അച്ഛമ്മ തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ, എനിക്കൊക്കെ നന്നായിട്ട് ഉറക്കം വരും. അതേ അച്ഛമ്മേ ഞാനും കിടന്ന ഉടനെ തന്നെ ഉറങ്ങും, ഞങ്ങള് ടെറസിൽ തന്നെ പോയി കിടന്നോളാം എന്നുള്ള കാര്യം രേവതിയും പറയാണ് കേട്ടോ. ഇന്നെന്തായാലും നിങ്ങള് അങ്ങനെ പോകണ്ട, റൂമിൽ തന്നെ കിടക്കണം. ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛന് AC ഇല്ലാതെ എങ്ങനെയാണ് അച്ഛമ്മേ, ആ റൂമിൽ മാത്രമാണോ AC ഉള്ളത്? അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റൂം പോകുന്നു വിചാരിച്ചിട്ട് ശ്രുതി രാവിലെ നേരത്തെ പോകണമെന്നുള്ള കാര്യമല്ലേ പറഞ്ഞ് വാ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ച് പോവാണ് കേട്ടോ. അത് കണ്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛമ്മേ റൂം പോകുന്നു വിചാരിച്ചിട്ട് വേഗം തന്നെ ഓടുന്നത്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ സച്ചേട്ടാ ഇന്ന് നിങ്ങൾ ഞങ്ങളെ റൂം എടുത്തോളൂ, ഞങ്ങള് മുകളിൽ പോയി കിടന്നോളാം. വർഷേ നിനക്ക് ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കുഴപ്പമില്ലെന്ന് വർഷ പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എടാ അവള് വലിയ വീട്ടിലെ കുട്ടിയാണ്, അവൾ എങ്ങനെയാണ് ടെറസിൽ പോയി കിടക്കുന്നത്, അങ്ങനെയൊന്നുമില്ല ആന്റി, എനിക്ക് ഓക്കെയാണ്, ഒരു ദിവസമല്ലേ. ഇത് കേൾക്കുമ്പോ സച്ചി പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യാണ്, റൂമില്ലെങ്കിൽ എന്താ 10 റൂമിനേക്കാൾ നല്ലത്, മാനം നോക്കി കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നമുക്ക് സ്വന്തമായിട്ട് തോന്നും, ഞങ്ങള് ടെറസിൽ തന്നെ കിടന്നോളാം. രേവതി നീ വെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് സച്ചി ടെറസിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവൻ തന്നെ പോയല്ലോ, വാ നമുക്ക് ശ്രുതി പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൈയും പിടിച്ചിട്ട് ശ്രുതിയും പിടിച്ചും കൊണ്ട് അങ്ങ് റൂമിലേക്ക് കയറി പോവാണ്. ശ്രീകാന്തും വർഷയും റൂമിലേക്ക്, ചന്ദ്രമതിയും റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ രവിക്കാണെങ്കിൽ ചെറിയൊരു വിഷമം പോലെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്.